إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد بسم الله الرحمن الرحيم كل نفس ذائقة الموت ونبلوكم بالشر والخير فتنة وإلينا ترجعون أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വയോടെ ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സർവശക്തനായ നാഥൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ ഭവനത്തിലേക്ക് പരിശുദ്ധമായ ജുമാ കർമ്മത്തിന് ഒരുമിച്ച് കൂടിയവരാണ് നമ്മളൊക്കെയും. പരിപൂർണമായും നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ജുമാക്ക് വരുമ്പോൾ നല്ല മഴ. ഇന്നിപ്പോ അല്പം ആശ്വാസമുണ്ട്. ഇന്നലെയും മെനിയാന്നൊക്കെയായി നല്ല ശക്തമായ രീതിയിൽ നമ്മുടെ നാട്ടിലൊക്കെയും മഴ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴ അനുഗ്രഹമാണെന്നും അള്ളാഹുവിനോട് അനുഗ്രഹത്തെ ചോദിക്കണമെന്നും എപ്പോഴും കേൾക്കുകയും പഠിക്കുകയും ചെയ്തവരാണ് നമ്മളൊക്കെയും. അള്ളാഹു അനുഗ്രഹമായ രീതിയിൽ മഴയും അതിനോടനുബന്ധിച്ചുള്ളതൊക്കെ അനുഭവിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെയുള്ള എല്ലാ വസ്തുക്കളെയും മനുഷ്യന് വേണ്ടി അല്ലെങ്കിൽ സൃഷ്ടിച്ചു വെക്കുമ്പോൾ എല്ലാത്തിലും അതിൻ്റെ നന്മയുമുണ്ട്, തിന്മയുമുണ്ട്. അതായത് ഖൈറുമുണ്ട്, ഷർറുമുണ്ട്, എല്ലാത്തിനുണ്ടത്. ഖൈറിനെ നമ്മൾ അനുഭവിക്കുന്നു, ഖൈർ വരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഷർറിനെ നമ്മൾ ഭയപ്പെടുകയും ഷർറ് വരരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അത് മഴയിൽ മാത്രമല്ല, എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. മഴയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ധാരാളം അനുഗ്രഹങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അനുഭവിക്കുന്നതോടൊപ്പം തന്നെ അത് അധികമാകുമ്പോൾ പലപ്പോഴും ഷർറായ രീതിയിൽ, പലപ്പോഴും ചില ആളുകൾക്കൊക്കെയും അത് പ്രയാസകരമായ രീതിയിലും വന്നു ഭവിക്കുന്നു എന്നുള്ളതും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളത് പലയിടങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണ്.
അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ അംബിയായിൽ പറഞ്ഞൊരു വാചകമാണ് ഞാൻ ആമുഖമായി ഓതി വെച്ചിട്ടുള്ളത്. മഴയുടെ കെടുതിയിൽ ധാരാളം ആളുകൾ മരണമടയുകയും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മളിലും അതിന്റെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാവും. എന്നാൽ അതിനേക്കാളും കൂടുതൽ ഒരുപക്ഷെ അതിന്റെ അനുഗ്രഹം, നന്മ അനുഭവിക്കുന്നവരാ നമ്മളൊക്കെയും. അള്ളാഹു പറഞ്ഞു വെച്ച വാചകം ഇങ്ങനെയാണ്, ഞാൻ ഓതിയത് ആയത്ത് ഇങ്ങനെയാണ്: കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കും. അത് മഴയുടെ കെടുതിയിലാണെങ്കിലും ശരി, മറ്റെന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങളിലാണെങ്കിലും ശരി, അല്ല നമ്മളൊക്കെയും പറയും പോലെ നോർമലായിട്ടുള്ള സാധാരണ രീതിയിലുള്ള മരണമാണെങ്കിലും ശരി, മനുഷ്യരെല്ലാവരും ഏതെങ്കിലും ഒരു നിലക്ക് മരണത്തെ ആസ്വദിക്കും. എന്നിട്ട് അള്ളാഹു പറഞ്ഞിരുന്ന ഈ ആയത്തിലെ വാചകം എങ്ങനെയാണ്: വലനബ്ലുവന്നക്കും, ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും, ബിശ്ശർരി, തിന്മ കൊണ്ട്, ഷർറുണ്ട്, വിപത്തുകളെ കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കും, വൽ ഖൈരി, നന്മ കൊണ്ടും നിങ്ങളെ പരീക്ഷിക്കും, ഫിത്നത്തൻ, പരീക്ഷണമായ നിലയിൽ. ഒരു പരീക്ഷണം എന്നുള്ള നിലയിൽ തിന്മയും നന്മയും പ്രയാസവും സുഖവും നൽകി അള്ളാഹു നിങ്ങൾക്ക് ഈ ഭൂമിയിൽ പരീക്ഷണങ്ങൾ നൽകും. എന്നിട്ട് അവസാനം എൻ്റെ അടുക്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും. ഇത് അള്ളാഹുവിൻ്റെ ഈ ആയത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്ന കാര്യം. പ്രിയമുള്ളവരെ, ഇവിടെ അള്ളാഹു മനുഷ്യന് ഏതേത് കാര്യങ്ങൾ വന്നു ഭവിപ്പിക്കണമെങ്കിലും, അത് നന്മയാവട്ടെ തിന്മയാവട്ടെ, എല്ലാത്തിനും ഒരു കാരണം ഉണ്ടാവും. എല്ലാത്തിനും ഒരു കാരണം. സബബില്ലാതെ ഈ ദുനിയാവിൽ അള്ളാഹു ഒന്നും ചെയ്യില്ല. സബബില്ലാതെ എല്ലാം ചെയ്യാൻ കഴിയുന്നവനാണ് നാഥൻ. എന്നാലും കാരണത്തോടു കൂടെയാണ് അള്ളാഹു എല്ലാം ചെയ്യുക. ചിലപ്പോൾ ചില ആളുകളുടെ മരണത്തിന് മഴയായിരിക്കും കാരണമായിട്ടുണ്ടാവുക. മഴയായി വെള്ളപ്പൊക്കം ഉണ്ടായി, തുഫാനുകൾ ഉണ്ടായി, ഉരുൾപൊട്ടലുകൾ ഉണ്ടായി, അങ്ങനെ പല കാരണങ്ങളും. മഴയ്ക്ക് പിന്നിലുള്ള കാരണങ്ങൾ വേറെയുണ്ട്. അതുപോലെ നന്മക്കും തിന്മക്കും നമ്മൾ അനുഭവിക്കുന്ന ഏതൊരു കാര്യത്തിനും ദുനിയാവിൽ അല്ലാഹു കാരണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെയും നന്മകളെ അള്ളാഹുവിനോട് എപ്പോഴും നമ്മൾ ചോദിക്കുക, തിന്മകളെ എപ്പോഴും നമ്മൾ അള്ളാഹുവിനോട് കാവലിനെ തേടുകയും ചെയ്യുക. ഈ സന്ദർഭത്തിൽ ഇതിൻ്റെ ദുരന്തങ്ങളും നന്മയും ഒരുപോലെ അനുഭവിക്കുന്ന ആളുകളാണ് പലപ്പോഴും ഞാനും നിങ്ങളും, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട്ടത്തിലുള്ള ഓരോ ആളുകളും. ഈ സന്ദർഭങ്ങളിൽ വിശ്വാസി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഭാഗം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നിന്ന് ഇത്തരം സാഹചര്യങ്ങളിൽ ഉണ്ടായ ഒരുപാട് പഠനങ്ങളുണ്ട്. നമ്മൾ ജീവിതത്തിൽ പുലർത്തേണ്ട ഒരുപാട് സുന്നത്തുകളുണ്ട്. പ്രധാനമായും അള്ളാഹു എന്നുള്ള ശക്തിയെ, അള്ളാഹുവിനെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അത് പ്രയാസം ഉണ്ടായാലും സന്തോഷം ഉണ്ടായാലും, മഴ അനുഗ്രഹമായി ലഭിച്ച് നമ്മളെ വിളകളും കൃഷികളൊക്കെ തളിർത്ത് സുന്ദരമായി വളർന്ന് നല്ല ഫലപുഷ്ടമുള്ള ഭൂമിയായി മാറി നല്ല ലാഭങ്ങൾ കൊയ്യുമ്പോഴും, അതേ രീതിയിൽ ആ മഴ കാരണമായി എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോഴും ഒരുപോലെ അള്ളാഹുവിനെ ഓർക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. മഴയെ ഒരു കാരണമായി എടുത്തു എന്ന് മാത്രം കേട്ടോ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയും അങ്ങനെ തന്നെയാണ്. നമ്മളതിനെ മനസ്സിലാക്കേണ്ടത് നേരത്തെ ആയത്ത് സൂചിപ്പിച്ച പോലെ, അള്ളാഹു എന്നെ ഒരു പക്ഷേ നന്മ കൊണ്ട് പരീക്ഷിച്ചതാണിത്, അല്ലെങ്കിൽ തിന്മ കൊണ്ട് പരീക്ഷിച്ചതാണ് ഇത് എന്നുള്ളൊരു ബോധ്യം ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്കൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ്. നന്മ അനുഭവിക്കുമ്പോൾ അത് നന്മയായ പരീക്ഷണമാണെന്നും, ഈ നന്മയിൽ ഞാൻ എങ്ങനെ അള്ളാഹുവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നു എന്ന് തിരിച്ചറിയാനുള്ള ഒരു എക്സാമിനേഷനാണ് എന്നും, അതുപോലെ പ്രയാസങ്ങളും ദുരന്തങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുമ്പോൾ അവിടെയും നമ്മുടെ മനോനില എങ്ങനെയാണെന്ന് അള്ളാഹു പരീക്ഷിക്കുകയാണ്. അള്ളാഹു ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏത് അനുകൂല ഘട്ടങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, തഖ്വയുള്ള, എപ്പോഴും അള്ളാഹുവിനെ ഓർക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സംഭവം ഉദ്ധരിക്കാം. ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ധാരാളം മാതൃകകളുണ്ട്. പ്രവാചകൻ ഇത്തരം സന്ദർഭങ്ങളിൽ പ്രാർത്ഥിച്ച ധാരാളം പ്രാർത്ഥനകളുണ്ട്. മഴയുണ്ടാകുമ്പോൾ റസൂലുള്ള പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്കറിയാം.
മഴ അമിതമാകുമ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയും നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ബുഖാരിയും മുസ്ലിമും തിർമിദിയും ഒക്കെ ഒരുപോലെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതിന്റെ വചനങ്ങൾ ചിലപ്പോ ഒക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസിലെ ഭാഗം ഇങ്ങനെയാണ്: ഖാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ റഅരീഹ, ആകാശം മേഘാവൃതമായിട്ട് കാറ്റടിച്ചു വീശാൻ പോകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തോന്നിയാൽ, അങ്ങനെ മനസ്സിലാക്കിയാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, അവിടുന്ന് പറയുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഖൈരിഹാ വഖൈരി മാ ഫീഹാ വനഊദു ബിക മിൻ ശർരിഹാ വശർരി മാ ഫീഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന വ്യത്യസ്തമായ രീതിയിൽ പ്രാർത്ഥന വന്നിട്ടുണ്ട്. ഇതില് ആഡ് ചെയ്ത മറ്റു ഭാഗങ്ങൾ കൂടെ ഉണ്ട്. വഖൈരി മാ ഉർസിലത് ബിഹി വശർരി മാ ഉർസിലത് ബിഹി, ഈ രണ്ട് ഭാഗങ്ങൾ കൂടെ ഉണ്ട്. അതായത് അല്ലാഹുവേ, ഏതൊരു ഈ കാറ്റിന് നീ പറഞ്ഞയച്ചതിലുള്ള നന്മ എന്തൊക്കെയുണ്ടോ ആ നന്മ ഒക്കെ എനിക്ക് തരണേ. ആ കാറ്റിൽ ഉൾക്കൊണ്ടതായ നന്മകളുണ്ടോ അതും എനിക്ക് തരണേ. നേരെ തിരിച്ചും ഒരുപക്ഷെ അതിന് നീ പറഞ്ഞയക്കുന്നത് വല്ല ഷർറുമായിട്ടായിരിക്കും. അല്ലാഹുവേ, ആ ഷർറിൽ നിന്ന് എന്നെ നീ കാക്കണേ. അതിൽ ഉൾക്കൊണ്ടേക്കാവുന്ന ഒരുപാട് ഷർറുകളുണ്ട്. അല്ലാഹുവേ, അതിൽ നിന്നും എന്നെ നീ കാക്കണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. ഞാനിത് സൂചിപ്പിച്ചെന്തിനാച്ചാല്, ഇത് മാത്രമല്ല, മഹാന്മാരെ ഈ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് പ്രവാചകന്റെ ചര്യയെ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് സൃഷ്ടിച്ചവയുടെ എല്ലാത്തിന്റെ നന്മയെയും ചോദിക്കണം, എല്ലാത്തിന്റെ തിന്മയെ പേടിക്കുകയും അതിൽ കാവലിനെ തേടുകയും ചെയ്യണം. സൂറത്ത് ഫലക്ക് പഠിപ്പിക്കുന്നത് എങ്ങനെയാണല്ലോ, മിൻ ശർരി മാ ഖലഖ്, അല്ലാഹുവേ, നീ സൃഷ്ടിച്ച എല്ലാത്തിന്റെയും കെടുതി, അത് മഴയാന്നല്ല, ഇടിയോ മിന്നോ കാറ്റോ മഴയോ പേമാരിയോ മൃഗങ്ങളോ ഇഴജന്തുക്കളോ എന്തോ ആവട്ടെ, നീ സൃഷ്ടിച്ച ജീവജാലങ്ങളുടെ ജന്തുക്കളുടെ സൃഷ്ടിവൈഭവങ്ങളുടെ എന്തൊക്കെ ഷർറുകളുണ്ടോ അവയിൽ നിന്നെല്ലാം അല്ലാഹുവേ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്നാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാറ്റടിച്ച് വീശാറുണ്ടായപ്പോ ആകാശം മേഘാവൃതമായി നിന്ന് കാറ്റടിച്ച് വീശോ എന്ന് ആ ഭയപ്പെടുന്ന സമയത്ത് റസൂലുള്ള പ്രാർത്ഥിച്ച പ്രാർത്ഥന ബുഖാരിയും മുസ്ലിമും ഒക്കെ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. എന്തിനാ ഈ പ്രാർത്ഥന എന്നറിയോ? ആ സന്ദർഭങ്ങളിൽ അള്ളാഹുവിനെ ഓർക്കുന്നു, അള്ളാഹുവിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുന്നു, അള്ളാഹുവിനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നു, എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ആ അള്ളാഹുവിലേക്ക് മടക്കുന്നു എന്നുള്ള ഒരു ചിന്ത ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. പ്രിയമുള്ളവര്, ഇത് മാത്രമല്ല, ഈ പ്രാർത്ഥന മാത്രമല്ല, ആയിഷ റളിയല്ലാഹു അൻഹ ഈ സംഭവം പഠിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. ഇമാം മുസ്ലിം തന്നെ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ആകാശം മേഘാവൃതമാകുമ്പോ പ്രവാചകന്റെ രൂപവും കോലത്തെയും കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഞാനും നിങ്ങളൊക്കെ ആകാശം മേഘാവൃതമായി മഴ പെയ്യാനാകുമ്പോ നമ്മളൊക്കെ ആഗ്രഹം എന്താ? നല്ല തണുത്ത മഴ കിട്ടുമല്ലോ, മഴ പെയ്താൽ നന്നായി ആസ്വദിക്കാലോ. മഴ കൂടുതൽ കനത്ത് അത് പേമാരിയായി നാട്ടിൽ മുഴുവനും വിപത്തുകൾ വരുമ്പോഴേ നമ്മൾ മഴയുടെ കെടുതിയെ കുറിച്ച് ആലോചിക്കുള്ളൂ. അല്ലാത്തപ്പോഴൊക്കെ മഴ ലഭിക്കുന്ന, മഴ നൽകുന്ന അനുഭൂതികളെയും കുളിരിനെയും കുറിച്ചാ ഞാനും അല്ലെങ്കിൽ നമ്മളൊക്കെയും പറയാറുള്ളത്, ചിന്തിക്കാറുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഴ പെയ്യാൻ ആകാശം ഇങ്ങനെ മേഘാവൃതമായി മൂടിക്കെട്ടുമ്പോ റസൂലുള്ളാഹിന്റെ രൂപം എങ്ങനെ അറിയോ? പ്രവാചകൻ പുറത്തേക്കും അകത്തേക്കും കയറിയും ഇറങ്ങിയും നിൽക്കും. പ്രവാചകന്റെ മുഖാകെ വിവർണാവും. വല്ലാത്ത അസ്വസ്ഥനായ പ്രവാചകൻ ഇരിക്കാനോ നിൽക്കാനോ കിടക്കാനോ കഴിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നവരായിട്ട് പ്രവാചകൻ അങ്ങനെ കാണുമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാം. എന്നിട്ട് മഴ പെയ്താലോ ചിലപ്പോ കാറ്റും കോളൊന്നും ഉണ്ടാവില്ല, അങ്ങനെ മഴ പെയ്യും. മഴ പെയ്താൽ യസ്റുഹ, പ്രവാചകന് വല്ലാത്ത സന്തോഷമായിരിക്കും. എന്തിനാ അതറിയോ? ഇത് കണ്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുക, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങനെ ഒരിക്കൽ മേഘാവൃതമായപ്പോ റസൂല് നല്ല മഴ കിട്ടൂലേ, നല്ല മഴ പെയ്യാൻ പോവാണല്ലേ എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പേടിയോടുകൂടെ ഭയപ്പെടുത്തലോടുകൂടെ ആയിഷയോടൊരു വാണിങ്ങോടുകൂടെ പറഞ്ഞു എന്നാ. എന്താ പറഞ്ഞറിയോ? ആദ് സമൂഹം ഉണ്ടല്ലോ, ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനത, ആ ജനത പറഞ്ഞ പോലെയാണ് ആയിഷ നിന്റെ വർത്താനമെന്ന്. ഒരിക്കല് ഹൂദ് നബിയുടെ ജനതയായിട്ടുള്ള ആദ് സമൂഹത്തിലേക്ക് അള്ളാഹു വലിയ പേമാരിയുടെ രീതിയിൽ നാട് മുഴുവനും കാർമേഘം കൊണ്ട് ഇരുണ്ടതായി മാറി.
അന്നേരത്ത് ചൂട് കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ മഴ ലഭിക്കുക എന്നുള്ള വല്ലാത്ത അനുഭൂതിയുള്ള സമയത്ത് ആ ജനങ്ങളൊക്കെയും വിചാരിച്ചു ഞങ്ങളിലേക്ക് നല്ല മഴ പെയ്യാൻ പോവാണ് എന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ അത് മഴയായിരുന്നില്ല. ആ പറഞ്ഞതുപോലെയാണ് ആയിഷ എന്റെ വർത്തമാനമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയെ ബോധ്യപ്പെടുത്താണ്. എന്തായിരുന്നു അവർ പറഞ്ഞത് അറിയോ? ഞങ്ങളിലേക്ക് നല്ല മഴ പെയ്യാൻ പോവാണ്, ഞങ്ങളിലേക്ക് നല്ല തളിര് ലഭിക്കാൻ പോവാണ് എന്നവർ പറഞ്ഞു. പക്ഷെ യഥാർത്ഥത്തിൽ അത് മഴയായിരുന്നില്ല എന്ന് സൂറത്തുൽ അഹ്ഖാഫിന്റെ 24-ാമത്തെ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഫലമ്മാ റഔഹു, ആ ജനങ്ങൾ അത് കണ്ടപ്പോ ആരിദം മുസ്തഖ്ബില ഔദിയതിഹിം ഖാലു ഹാദാ ആരിദുൻ മുംതിറുനാ, ഇതാ ഞങ്ങളിലേക്ക് മഴ ഇങ്ങനെ മുന്നിട്ട് വരാൻ നിൽക്കാണ്. എന്നിട്ട് അള്ളാഹ് പറയണ വാചകം, അവിടെ ഒരു ജീമാണ്, ഫുൾ സ്റ്റോപ്പ്. എന്നിട്ട് അള്ളാഹ് പറയാ ബൽ, എന്നാൽ ഹുവ മസ്തഅജൽതും ബിഹി റീഹുൻ ഫീഹാ അദാബുൻ അലീം. ആളുകൾ വിചാരിച്ചു മഴ ചെയ്യാൻ പോവാണെന്ന്, പക്ഷെ മഴ ആയിരുന്നില്ലത്. അതിന് പിന്നിൽ അള്ളാഹു ഒളിപ്പിച്ചു വെച്ച ആ ജനതയെ നശിപ്പിക്കാനുള്ള വലിയ കൊടും കാറ്റായിരുന്നു വരാനിരുന്നത്. ഇത് ഈ ചരിത്രം പഠിച്ച റസൂൽ ഇങ്ങനെ ആകാശം മേഘാവൃതമാകുമ്പോഴൊക്കെ ഞങ്ങളുടോ അല്ലെങ്കിൽ ഞങ്ങളുടെ ജനതയോ ഞാനോ എന്റെ ജനതയോ ചെയ്ത ഏതെങ്കിലും വലിയ തിന്മ കാരണം ഈ ജനതയെ നശിപ്പിക്കുമോ എന്ന് പേടിച്ച്, അള്ളാന്റെ അദാബ് വരുമോ എന്ന് പേടിച്ചിട്ടായിരുന്നു അസ്വസ്ഥനായിരുന്നത് എന്നാണ് ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ഭാഗം അവിടെ ഉദ്ധരിച്ചെന്തിനാറിയോ? നമ്മളിങ്ങനെ മഴയും മറ്റു കാര്യങ്ങളിലും അതിന്റെ നന്മയാകുന്ന മേഖലകളൊക്കെ അനുഭവിക്കുമ്പോൾ തന്നെ പലപ്പോഴും പ്രയാസങ്ങളും ഉണ്ടാകാറുണ്ട്. പ്രയാസങ്ങൾ നമ്മളെ ഭയപ്പെടണം എന്ന് മാത്രമല്ല, അള്ളാഹുവിനോട് കാവലിന് ചോദിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരം സന്ദർഭങ്ങളിൽ പ്രവാചകന്റെ മനോനില എങ്ങനെയായിരുന്നുവെന്നും പ്രവാചകന്റെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നിങ്ങളോട് സംവദിച്ചിട്ടുള്ളത്. അള്ളാഹു ആ രീതിയിൽ പ്രവാചകന്റെ മാതൃക ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ ഖൈറിൽ വറാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഉസീക്കും ഇബാദല്ലാഹി വസാനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ സംഭവമൊക്കെ ഉദ്ധരിച്ചിട്ട് ഇതിൽ നമുക്കുള്ള വലിയൊരു പാഠമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ഈ ജനതയെക്കുറിച്ച് തുടർന്ന് പറയാണ്. എന്താ പറയണ അറിയോ? അള്ളാഹു വലിയ ശിക്ഷ കൊണ്ട് ആ ജനതയെ നശിപ്പിച്ചു. ആ ആയത്തിന്റെ അഹ്ഖാഫിന്റെ 23 വചനങ്ങൾ കഴിയുന്ന ആളുകളൊക്കെ എടുത്തു നോക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരുടെ താമസം മാത്രം അവിടെ നിർത്തി, ബാക്കി എന്തൊക്കെ ഉണ്ടായിരുന്നോ അള്ളാഹു എല്ലാം നാമാവശേഷമാക്കിയെന്ന. എന്നിട്ട് അള്ളാഹു പറയുന്ന ഒരു കാര്യമുണ്ട്, കദ്ദബത് ബിഹിൽ മുർസലീൻ. ആ ജനത ചെയ്ത തെറ്റെന്തായിരുന്നു പറയോ? അവരിലേക്ക് നിയോഗിച്ച പ്രവാചകന്മാരെ, മുന്നറിയിപ്പുകാരവർ നിഷേധിച്ചു. അവരുടെ മുന്നറിയിപ്പുകാരവർ കളവാക്കി. നമുക്കുള്ള പാഠം, നമ്മളിലേക്കും മുന്നൊരു മുന്നറിയിപ്പുകാരനുണ്ട്. ഇന്ന് പ്രവാചകനില്ലാത്തൊരു കാലഘട്ടത്തിലെ മുന്നറിയിപ്പുകാരനാണ് ഈ ഖുർആൻ. ഈ ഖുർആനിന്റെ വചനം എന്റെയും നിങ്ങളുടെയും മുന്നിലുണ്ട്, ഹൃദയങ്ങളിലുണ്ട്. നമ്മളെപ്പോഴും പാരായണം ചെയ്യുന്നവരാണ്. ഖുർആനിന്റെ മുന്നറിയിപ്പുകളെ കളവാക്കുന്നവരോ നിഷേധിക്കുന്നവരോ വിലയില്ലാത്തതായി കൽപ്പിക്കുന്നവരോ ആണ് നമ്മളെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷയെ ഇതുപോലെ നമ്മൾ ഭയപ്പെടണം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, അള്ളാഹിന്റെ മുന്നറിയിപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുഖവിലക്കെടുക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള ഓരോ കാര്യങ്ങളിലും, എന്തിലുന്നില്ല ഓരോ കാര്യങ്ങളിലും, നമസ്കാരാവട്ടെ, ഇബാദത്തുകളാവട്ടെ, ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുന്നതാവട്ടെ, ഏത് കാര്യങ്ങളാവട്ടെ, നമ്മളെ ജീവിതം എടുത്തു നോക്കി. ആദ് സമൂഹം ആ പ്രവാചകന്മാരെ കളവാക്കി, നിരന്തരം കളവാക്കിയപ്പോ അള്ളാഹു അവരെ നശിപ്പിച്ചു. പ്രവാചകൻ ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ആ പ്രവാചകന്റെ മുന്നറിയിപ്പുകളെ നമ്മൾ കളവാക്കുന്നോ, ആ ആദ് സമൂഹത്തെ നശിപ്പിച്ച നാഥൻ ഇന്നും ഹയ്യും ഖാദിറുമാണ്, എന്നെന്നും ജീവിക്കുന്നവനും അതേ കഴിവുള്ളവനുമാണ്. അള്ളാഹ്ക്ക് നമ്മളെയും നശിപ്പിക്കാൻ നിമിഷങ്ങൾ മതി. അള്ളാഹു നമ്മെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അള്ളാന്റെ അദാബിനെ പേടിക്കണം. നമ്മൾ എന്തെങ്കിലും തിന്മകൾ ചെയ്യുമ്പോഴേക്കും അള്ളാന്റെ അദാബ് വരുമോ എന്ന് പേടിക്കണം. അത് ഏത് കാര്യങ്ങളും ആട്ടെ.
എന്നിട്ട് അള്ളാഹു അതിന് തുടർച്ചയായിട്ട് പറയണം എന്താ അറിയോ, ഒരു കാര്യം കൂടെ, ഇദ് ഖാല ലഹും അഖൂഹും ഹൂദ്, അവരുടെ സഹോദരൻ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, അലാ മനുഷ്യരെ നിങ്ങൾ അറിയണട്ടോ, തത്തഖൂൻ നിങ്ങൾ സൂക്ഷ്മത പാലിക്കണേ, സൂക്ഷ്മത പാലിക്കണേ, ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും അള്ളാഹിനെ സൂക്ഷിച്ചോളി എന്ന്. നാക്കിലും നോക്കിലും വർത്തമാനത്തിലും പ്രവൃത്തിയിലുമെല്ലാം എല്ലാത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കണം. അങ്ങനെ സൂക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ആ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൊടിയ ശിക്ഷയിൽ നിന്ന്, അദാബുകളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. മാത്രമല്ല, ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ അള്ളാഹിനെ ഓർക്കാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞത് പ്രാർത്ഥനകളാണ്. ധാരാളം പ്രാർത്ഥനകളുണ്ട്. അല്ലാഹുമ്മ സയ്യിബൻ നാഫിയ, അള്ളാഹുവെ നല്ല മഴയ ഞങ്ങൾക്ക് തരണേ. പ്രവാചകന്റെ പ്രാർത്ഥന എത്രയോ നമ്മൾ കേട്ടതാണ്. മഴ പെയ്യുമ്പോഴൊക്കെ നമ്മളെ നാവില് ആ ചെറിയ പ്രാർത്ഥന ഇങ്ങനെ വന്നാല് അള്ളാഹിനെ ഓർക്കുന്നു എന്ന് മാത്രമല്ല, ആ സമയങ്ങളൊക്കെയും ഇബാദത്തുകളായി മാറുകയാണ്. ആ സമയങ്ങളൊക്കെയും ഇബാദത്തുകളായി മാറുക. അള്ളാഹു സ്വീകരിച്ചാലോ അതിൽ നിന്നുള്ള നന്മകളൊക്കെ അള്ളാഹു നമുക്ക് നൽകുകയും ചെയ്യും. അല്ലാഹുമ്മ സയ്യിബൻ നാഫിയ. അള്ളാഹു അത്തരം നല്ല മഴ നമുക്ക് നൽകുമാറാട്ടെ. ഇനി മഴ അധികമായി നടുത്ത് തോന്നുക, നമ്മൾ കൃഷിയൊക്കെ മുങ്ങി, വാഴൊക്കെ നശിച്ചു, എന്താണ് നമുക്കുള്ളത്, നമ്മളെ വീടൊക്കെ നശിക്കും, അങ്ങനൊക്കെ ഒരു തോന്നലുണ്ടാവുകയാണ്. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പ്രാർത്ഥിച്ചു, അല്ലാഹുവേ ലാ അലൈന, ഞങ്ങളുടെ മേലിലല്ല, ഈ മഴ ലഭിക്കാത്ത ഒരുപാട് ആളുകൾ അപ്പുറത്തുണ്ട്, ഹവാലൈന അവർക്ക് കൊടുക്കണേ എന്ന് പറയുന്ന പ്രാർത്ഥനയും പഠിപ്പിച്ചു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കാൻ നോക്കുക. അങ്ങനെ പ്രാവർത്തികമാക്കുമ്പോൾ അതിൻ്റെ ഒക്കെ നന്മ നമുക്കുണ്ടാകും. എന്തെങ്കിലും തിന്മകളൊക്കെ അതിലുണ്ടെങ്കിൽ അള്ളാഹു അത് നമ്മുടെ ജീവിതത്തിൽ നിന്നും തട്ടിമാറ്റി കളയുകയും ചെയ്യും. അള്ളാഹു ആ രീതിയിൽ നന്മയുടെ മേഖലയിൽ മുന്നേറുവാനും അള്ളാഹുവിനെ നിരന്തരം ഓർക്കുവാനും പ്രാർത്ഥനകളിലായി അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്തരം സന്ദർഭങ്ങളിൽ മഴയാകുന്ന അല്ലെങ്കിൽ മറ്റേതൊരു അള്ളാഹു സൃഷ്ടിച്ച എല്ലാത്തിൻ്റെയും കെടുതിയിൽ നിന്ന് രക്ഷപ്പെടുവാനും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ ഞങ്ങൾ പറഞ്ഞത് കേട്ടതുമെല്ലാം സ്വാലിഹായ അമലായി ഞങ്ങളിന്ന് സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ജുമാ ഞങ്ങളിന്ന് സ്വീകരിക്കണേ നാഥ. അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാവരുടെയും ഇബാദത്തുകളൊക്കെ പരിപൂർണമായി സ്വീകരിക്കുകയും ഞങ്ങളുടെ എല്ലാ നന്മകളും പരിപൂർണമായി നീ സ്വീകരിക്കുകയും ചെയ്യണം റഹ്മാനെ. അള്ളാഹുവിനെ നീ സൃഷ്ടിച്ച എല്ലാത്തിൻ്റെ കെടുതികളിൽ നിന്നും ഞങ്ങളെല്ലാവരെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. എന്തൊക്കെ തിന്മയുണ്ടോ ആ തിന്മകളിൽ നിന്നെല്ലാം അവരെയും ഞങ്ങളെയും നീ കാത്തുരക്ഷിക്കണേ നാഥ. അള്ളാഹു ഞങ്ങൾ അറിയുകയും അറിയാതെയും ചെയ്ത് ധാരാളം തിന്മകളുണ്ട്. ആ തിന്മകളൊക്കെയും ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റഹ്മാനെ. അള്ളാഹു ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും നിന്നെ ഓർക്കുന്ന നല്ല മനുഷ്യരിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അത്തരമൊരു ഹൃദയവും ശരീരവും കൽബും ഞങ്ങൾക്കും കുടുംബത്തിനും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഭാര്യ ഭർത്താക്കന്മാരെയും ദീനിനോട് മഹബ്ബത്തുള്ളവരാക്കണേ അല്ലാ. അള്ളാഹുവെ ദീനിനോട് ഇഷ്ടമുള്ളവരാക്കി തീർക്കണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളിത് മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട്, അവർക്കൊക്കെയും നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണേ നാഥ. അള്ളാഹുവെ മർഹമത്ത് നൽകി അനുഗ്രഹിക്കണേ നാഥ. പ്രത്യേകിച്ച് നമ്മുടെ മഹല്ലിൽ നിന്ന് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഈ മൂസ സാഹിബ്, അള്ളാഹു ആ സഹോദരന് പരിപൂർണമായ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ വിട്ടുപോയവരുണ്ട്, സഹോദരന്മാർ, കുടുംബത്തിൽ നിന്ന് സുഹൃത്തുക്കളിൽ നിന്ന് പലരും, ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകർ, ആദർശം പഠിപ്പിച്ചവർ, ദീന് പഠിപ്പിച്ചവർ, അള്ളാഹു അവർക്കൊക്കെയും മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അള്ളാഹു ഈ സഹോദരനെയും അവരെയും ഞങ്ങളെല്ലാവരെയും നിന്റെ ജന്നത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. അവരും ഞങ്ങളും ചെയ്ത എല്ലാ തിന്മകളും നീ പൊറുക്കണേ റഹ്മാനെ. اللهم اغفر لنا واغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وارحمنا برحمتك يا أرحم الراحمين.